എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗാർലിക് ബേൺ ചിക്കൻ ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡിഷാണിത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറഞ്ഞ അളവിൽ സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഇതിന് വേണ്ടി ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത് 500 ഗ്രാമാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന്. 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം. ഇതിൽ നന്നായിട്ട് ആ ഒരു ഇട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കണം അതിന് വേണ്ടിയിട്ട്. ഇനി വേണ്ട മറ്റു സാധനങ്ങളാണ് വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ, അതുപോലെ ക്യാപ്സിക്കം, സവാള. അപ്പം വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് എടുക്കണം. അതിനകത്ത് നമുക്ക് ഗാർലിക് ബേൺ ചിക്കന് അതിൻ്റെ ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാനിതിൽ ഒരു 15ഓളം വെളുത്തുള്ളി വലുതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നാട്ടിൽ കിട്ടുന്ന ചെറുതാണെങ്കിൽ അത്യാവശ്യം വലിയ 2 ഉണ്ട വെളുത്തുള്ളി എടുത്താൽ മതി. പിന്നെ കൂടെ തന്നെ സ്പ്രിംഗ് ഒനിയൻ വേണം. അതിൻ്റെ കൂടെ ക്യാപ്സിക്കും സവാളയും ഓരോന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും വേണം. ഇനി നമ്മൾ 1 മണിക്കൂറിന് ശേഷം കേട്ടോ കുക്ക് ചെയ്യുന്നത്. പാനിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു പാകത്തിന് നമ്മളിത് വറുത്തെടുക്കുക. നമ്മൾ സവാളയൊക്കെ വറുത്തെടുക്കാറില്ലേ ബിരിയാണിക്ക്, അത് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. പക്ഷേ കരിയാൻ പാടില്ലേ. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ മാറ്റി വെക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക 4 ഏലക്കയും 3 പട്ടയും ഗ്രാമ്പു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം 1 മണിക്കൂറിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, അത്രയും നേരം വെക്കണം. ഇനി ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ പാടില്ലേ, പാത്രത്തിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കും. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുക. അതിനുശേഷം മൂടി തുറന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞു പോകാതെ ചിക്കൻ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിലാണ് കേട്ടോ വേവിക്കേണ്ടത്. മീഡിയം ടു ലോയിൽ വേവിച്ചാൽ മതി. കാരണം നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതേപോലെ ഇടയ്ക്ക് മൂടി വെക്കുക, തുറന്നിട്ട് ഇളക്കി വീണ്ടും നമ്മൾ മൂടി വെക്കണം. അങ്ങനെ ആ ഒരു ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ ഒരു 1/4 വേവാകുമ്പോൾ ഈ ഒരു പാകത്തിനാണ് വരിക. അതിൻ്റെ ആ ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു പാകത്തിലാണ് നമ്മളിതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതെല്ലാം നേരിട്ട് ചേർത്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും ഓരോന്നാണ് കേട്ടോ. 1 ക്യാപ്സിക്കും 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്തു. നന്നായിട്ട് ഇളക്കി നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ കിടന്ന് ഒന്നും കൂടെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതിനകത്തേക്ക് ഉപ്പോ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പാകത്തിന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താണോ രുചി വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വറക്കൽ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഓവറാക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗാർലിക് ബേൺ ചിക്കൻ ഈസിയാണ്, സിമ്പിളാണ്, അധികം ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫ്രൈഡ് റൈസിനാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.